ഉരുകിയൊലിക്കുന്ന ചൂടിനിടെ കുറച്ച് മഴ ലഭിച്ചപ്പോൾ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്തൊരു ആശ്വാസമെന്ന്. എന്നാൽ അതുപോലും പറയാൻ കഴിയാതെ ദുരിതക്കയത്തിൽപ്പെട്ടിരിക്കുകയാണ് കോട്ടയത്തെ നെൽകർഷകർ. ഉഷ്ണതരംഗത്തെ തുടർന്ന് നെല്ലിന്റെ വിളവ് കുറഞ്ഞത് സമീപകാലത്തെങ്ങുമില്ലാത്ത ദുരിതമാണ് കർഷകർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെടെ പ്രതിസന്ധി അതിരൂക്ഷമാണ്. കോട്ടയം ചെങ്ങളത്ത് കൊയ്യാതെ കിടക്കുന്ന ഒരു പാടശേഖരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ മഴയായിരുന്നു വില്ലനെങ്കിൽ ഇത്തവണ വെയിലാണ്. എന്തായാലും ദുരിതം അതുപോലെ തന്നെ തുടരുകയാണ് നെൽകർഷകരുടെ മേൽ. ഉഷ്ണതരംഗം മൂലം കേരളത്തിലെ നെല്ലുൽപാദനം 4-1 കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. കതിരിലെ പാല് വറ്റി നെൽമണിയാകാതെ പോയതാണ് നെല്ലുൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാകാൻ കാരണം. നെല്ല് കതിരിട്ട് കഴിഞ്ഞാൽ 30 ദിവസമെടുക്കും പാല് മുറുകി മൂക്കാൻ. എന്നാൽ അന്തരീക്ഷ താപനില 35 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഈ പ്രക്രിയ തടസ്സപ്പെടും. ഇത് വിളവിനെ കാര്യമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരും പറയുന്നത്. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് കൃഷിഭവന്റെ കീഴിൽ വരുന്ന പാടശേഖരങ്ങളിലാണ് വിളവ് വലിയ തോതിൽ കുറഞ്ഞത്. ഒരേക്കറിൽ നിന്ന് 2500 കിലോ നെല്ല് കിട്ടേണ്ടതാണ്. എന്നാൽ ഇക്കുറി 300 കിലോഗ്രാം മാത്രമാണ് പല കർഷകർക്കും ലഭിച്ചത്. ജില്ലയുടെ മറ്റ് മേഖലകളിലും സമാനമായ പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 ആഴ്ചയിലേറെയായിട്ട് ഈ നെല്ല് ഇവിടെ കിടക്കുകയാണ്. അധികൃതരുടെ തികഞ്ഞ അനാസ്ഥ എന്ന് മാത്രമേ ഇതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെല്ല് കൊയ്തിട്ട് കഴിഞ്ഞാൽ മോയ്സ്ചർ നോക്കണമെങ്കിൽ പിറ്റേന്ന് വന്ന് നോക്കുക, അല്ലെങ്കിൽ 2 ദിവസത്തിനകം നോക്കി നെല്ലെടുക്കാനുള്ള നടപടികൾ എടുക്കേണ്ടതിന് പകരം 3 ആഴ്ചയിലേറെയായി ഇട്ടിട്ട് ഇന്നലെ വന്നാണ് മോയ്സ്ചർ നോക്കുന്നത്. മോയ്സ്ചർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, പതിർക്കോളുണ്ട്. അതുകൊണ്ട് കിഴിവ് 10 കിലോ ഇവരോട് ആവശ്യപ്പെട്ടു. ഇവരത് കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പല കർഷകരും കടം വാങ്ങിയും മറ്റുമാണ് കൃഷി നടത്തിയത്. 1 മണിക്കൂർ കൊയ്ത്ത് യന്ത്രം പാടത്തിറക്കാൻ 1800 രൂപ കൊടുക്കണം. എന്നാൽ ആ തുകയ്ക്കുള്ള നെല്ല് പോലും കിട്ടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിലെ കോൾപ്പാടങ്ങളിലെ വിളവും മുൻവർഷത്തെ അപേക്ഷിച്ച് 4-1 കുറഞ്ഞു. വേനൽ മഴ കൂടി വന്നതോടെ കൊയ്തിട്ട നെല്ല് സംഭരിക്കാനാകാത്ത അവസ്ഥയും പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. മഴക്കാലത്ത് ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് മില്ലുടമകൾ കിഴിവ് ചോദിച്ചിരുന്നു. ഇപ്പോൾ പതിരാണെന്ന് പറഞ്ഞും മില്ലുടമകൾ കിഴിവ് ചോദിക്കുകയാണ്. ഇതും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സഹായം അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നെല്ല് സംഭരണത്തിൽ വീഴ്ചയുണ്ടായി എന്ന പരാതികൾ ഇത്തവണയും ഉയർന്നിട്ടുണ്ട്. നഷ്ടപരിഹാരമടക്കം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണം എന്നാണ് കർഷകരുടെ ആവശ്യം. അവരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ തേടിയിരുന്നു. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. നെല്ലുകാർ വന്ന് നെല്ല് നോക്കിയിട്ട് അവർ പറയുന്നത് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വരാമെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് മേഡം വന്ന് പറഞ്ഞ് നെല്ല് നോക്കിയതാണ്. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഇന്നലെ വന്ന് മൊത്തം നെല്ല് എടുത്ത് പരിശോധിച്ച് നോക്കിയതിന് ശേഷം 9.5 കിലോ നെല്ല് എടുക്കണമെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ 10 കിലോ നെല്ല് കിഴു കൊടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് എന്നെ വിളിച്ച് പറയുന്നത് എടുക്കുകയില്ല. ഈ മഴയും പെയ്ത് ആകെപ്പാടെ എല്ലാം ഈ ഒറ്റക്കൃഷി പാടാണ്. ഇത്രയും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് 2 കിലോ കിഴിവിലാണ് കൊടുത്തത്. 10 കിലോ കിഴിവെന്നുള്ളത് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടി സമ്മതിച്ച് 10 കിലോ കൊടുക്കാന്ന് സമ്മതിച്ചിട്ട് പുള്ളി ഇപ്പം പറയുന്നത് പറ്റില്ല, തെറി പറഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുക. കൊയ്ത്തുകൂലി എന്നുള്ള ഒരു 1900 രൂപയാ കൊയ്ത്തുകൂലി. അതുപോലും കിട്ടാത്ത സാഹചര്യത്തിൽ എന്തിനു കൊയ്യുന്നു? അതുകൊണ്ട് വെള്ളം കയറ്റി മുക്കി ചീച്ച് കളയോ മരുന്നടിച്ച് കത്തിച്ച് കളയോ ചെയ്യാനുള്ള സാധ്യതയുള്ള കാണുന്നുള്ള. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കാര്യമായ എന്നെങ്കിലും സഹായം കിട്ടിയാലേ ഉള്ളു. മഴക്കാലത്ത് നഷ്ടം വരുമ്പം സർക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ 4 കിൻഡൽ 5 കിൻഡൽ നെല്ല് കിട്ടിയിട്ട് പോലും ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടു പാടത്ത് കർഷകർ നിന്ന് ആ ഫോട്ടോ എടുത്തു വരെ ഞങ്ങൾ കാണിച്ച് ഞങ്ങൾക്ക് 5 പൈസ കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഒന്നും തന്നെ കിട്ടുന്നില്ല. കൊയ്ത്തുകൂലിക്ക് പോലും വകയില്ലാത്ത രീതിയിലാണ് ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഈ തൊഴിലായിട്ട് തന്നെ നടക്കുന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇൻഷുറൻസ് കാശ് പോലും വർഷത്തിൽ പോലും തരുന്നില്ല. ഇത്തവണയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. തന്നാലേ ഉള്ളൂ നമുക്ക് അടുത്ത കൃഷിയെങ്കിലും ഇറക്കാൻ പറ്റത്തുള്ളൂ.